ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിൻറ്റേജ് സർപ്രൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനെ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ A4 നമ്മൾ 4 ഭാഗമായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കണം. അപ്പോൾ പെയിൻറ്റിനായിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള അക്രിലിക് കളേഴ്സിനാണ് യൂസ് ചെയ്യണത്. അതിൽ ബ്രൗൺ ഷെയ്ഡിൽ കുറച്ച് ഓറഞ്ച് അങ്ങനെയുള്ള ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സൊക്കെ മിക്സ് ചെയ്താൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനെ പെയിൻ്റ് അടിച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. കുറച്ച് യെല്ലോയും ബ്രൗണും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ഈ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ അടിപൊളിയായിട്ടുള്ള കളേഴ്സ് കിട്ടും. അതാ നമ്മളെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഞാനിവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് വേഗത്തിൽ എങ്ങനെ ഉണങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പുണ്ടാവുമല്ലോ, അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചാണ് കേട്ടോ. സിമ്പിളായിട്ട് വേഗത്തിൽ ഉണങ്ങി കിട്ടും. അതിൻ്റെ കേടുപാടുകളാണ് അതിൽ കാണുന്നത്. അങ്ങനെ നമുക്ക് പേപ്പറിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അതിന് തന്നെ ഇതുപോലെ ഒരു ഗ്രിഡാണ് വരച്ചു കൊടുക്കുന്നത്. അത് ബ്ലാക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബ്രൗൺ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ ഡിസൈനിലുള്ള കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതിൽ ഞാൻ ചെയ്തെടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ മതി. അങ്ങനെ ഈ ഒരു ഫോണിൽ എഴുതി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പർ തന്നെ കിട്ടും. എനിക്ക് ചിലപ്പോൾ ശരിയാവുള്ളൂ കേട്ടോ, ചിലപ്പോൾ ശരിയാവില്ല. അങ്ങനെ ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് പേപ്പറിൽ കുറച്ച് ടൂലിപ്സും കുറച്ച് ഗുഡ്നെസ്സൊക്കെ വലിയ തറിയിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു വിൻറ്റേജ് പാറ്റേൺ പേപ്പറാണ് സെറ്റാക്കിയിട്ടുള്ളത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ബ്രൗൺ കളർ സ്കെച്ച് മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതിനടിപൊളി കുറച്ച് വൈറ്റും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഭംഗിയായി കിട്ടും കേട്ടോ. അങ്ങനെ 4 തരത്തിലുള്ള പാറ്റേൺ പേപ്പേഴ്സ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു അടപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു A4ൻ്റെ കാൽഭാഗത്ത് ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്കെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് ഉണക്കിയെടുക്കണം. ഇത് ഉണക്കിയെടുത്തിട്ടാണ് കേട്ടോ നമുക്കുള്ള ബാക്കി പരിപാടിയുള്ളത്. ഉണക്കിയെടുത്തതിൻ്റെ കേടുപാട് കാണുന്നുണ്ട്. കുറച്ച് എണ്ണ ഇങ്ങനെ തെറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഇതിലൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഞാനങ്ങനെ ആക്കണില്ല, ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഇതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി കണ്ടാലോ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് വിൻറ്റേജ് വാഷി ടാപ്പ് ഉണ്ടാക്കലാണ്. അങ്ങനെ 1.5 സെൻറ്റിമീറ്ററിലും 2 സെൻറ്റിമീറ്ററിലായിട്ട്
4 ലൈൻ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഞാൻ കുറച്ച് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കളർ കിട്ടി. അങ്ങനെ നമ്മളത് അതിലേക്ക് കളർ ചെയ്ത് കൊടുത്തു. അടുത്തതിൽ ഞാൻ കുറച്ച് നമ്മൾ ആ പേപ്പറിൽ എഴുതിയ പോലെ തന്നെ ഇതിലിങ്ങനെ ഈ ഒരു ഫോണിൽ എഴുതി കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള വാഷി ടൈപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഇതും ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഉണക്കിയ പോലെ തന്നെ ഇതും നല്ല അടിപൊളിയായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. നമുക്ക് ഉണക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനത് എഴുതിയപ്പോൾ പെൻസിലോട് എഴുതിയപ്പോൾ ശരിക്കും കാണില്ല. ഞാനൊന്ന് പെന്ന് യൂസ് ചെയ്തിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഡോട്ട്സും അതേപോലെയൊക്കെ ഇട്ടെടുത്തപ്പോൾ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള വാഷി ടൈപ്പ് നമുക്കവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഞാൻ പ്രിൻറ്റേഴ്സിന് കുറച്ച് ഫോട്ടോസൊക്കെ സേവ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ട്രേസ് ചെയ്ത് വരച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര സ്റ്റിക്കേഴ്സ് വേണോ അത്ര ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബ്രൗണിലേക്ക് കുറച്ച് ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഉണക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ കുറച്ച് കോൺസിക്വൻസാണ് ചെയ്ത് കൊടുക്കുന്നത്. A4-ൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. നമുക്ക് അങ്ങനെയുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. സെൽഫിലോ നല്ല കുറച്ച് സിമ്പിൾ വേർഡ്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് ഇവിടെ കുറച്ച് ടഫായിട്ടുള്ള വേർഡ്സാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ പെയിൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉണക്കിയെടുക്കാൻ നമുക്ക് ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ.